ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുള്ള മിസ്റ്ററി എന്താണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു മിസ്റ്ററിയിലൂടെ കടന്നു പോകുന്ന ഒരു റിലേഷൻഷിപ്പാണോ, എന്താണ് ഇപ്പോൾ ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്കൊട്ട് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ നമ്മൾ ഇതിൽ വന്നിരിക്കുന്ന കാർഡ്സ് ഒറ്റ നോട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്ന് അകന്ന് നിൽക്കേണ്ടുന്ന അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് പകരമായിട്ട് മറ്റൊരു പേഴ്സണെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലൈഫിനകത്തേക്ക് കയറി വന്നാൽ പോലും ഇവർക്ക് പകരമാവില്ല. കാരണം അത്രയും നിങ്ങളുമായിട്ട് സിങ്ക് ചെയ്ത് പോകുന്നൊരു എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള വ്യക്തി എന്ന് വേണമെങ്കിൽ ഇവരെ തന്നെ പറയാം. അതുപോലെ തന്നെ അവരുടെ കേസ് നോക്കുമ്പോഴും നിങ്ങളുടെ അത്രയും യോജിച്ച മറ്റൊരു വ്യക്തി അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾക്കൊപ്പം എത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് നോക്കുന്നതെങ്കിൽ കൂടിയും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നതിൽ മിക്ക റീഡിങ്സിലും പേഴ്സൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ക്രൂക്കഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ളത് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്താ പറയുന്നത്, കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടേണ്ടുന്ന ടൈപ്പ് ഓഫ് ആളുകളായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയുടെ സാഹചര്യവും അല്ലെങ്കിൽ എനർജിയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത്രത്തോളം നമ്മളുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട്, അങ്ങനെയുള്ളൊരു വ്യക്തിയാണല്ലോ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് സിറ്റുവേഷനായിട്ട് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണോ ഇല്ലയോ എന്നുള്ളത് വഴിയെ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. എങ്കിൽ കൂടിയും നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ കൂട്ടിയതിൽ നിങ്ങൾക്ക് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല. നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറെ തന്നെയാണ് നിങ്ങൾ കണ്ടെത്തിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കൂട്ടാനായിട്ട് നിങ്ങൾ തീരുമാനിച്ച വ്യക്തി എന്ന് പറയുന്നത് യുവർ റൈറ്റ് പാർട്ട്ണറാണ്. ഇവിടെ അപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾ തമ്മിൽ അന്തരമുള്ള വ്യക്തികളാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലീജിയൻ വൈസ് ആയിരിക്കാം, കാസ്റ്റ് വൈസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ കൺട്രി വൈസ്, സ്റ്റേറ്റ് വൈസ്, എങ്ങനെ വേണമെങ്കിലും പറയാം. പല കാര്യങ്ങളിലും ഒരുപാട് അന്തരമുണ്ട്. പക്ഷേ പല കാര്യങ്ങളിലും അങ്ങനെയുള്ള ചിലപ്പോൾ സൊസൈറ്റിയുടെ മുൻപിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു പേഴ്സൺ ആണോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയാണോ, ചിലപ്പോൾ റിലീജിയൻ വൈസൊക്കെ വേറൊരാളാണെന്നുണ്ടെങ്കിൽ, വേറെ സമുദായമോ ജാതിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ചിലപ്പോൾ നെറ്റി വിളിക്കാം, അയ്യോ ഇവരെന്തിനാണ് എന്നുള്ള നമ്മളുടെ ആ ഒരു സൊസൈറ്റി വൈസുള്ള ആ ഒരു വേർതിരിവുണ്ടല്ലോ, അതൊക്കെ വെച്ച് ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ നാട്ടുകാർ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലുള്ളൊരു വ്യക്തി അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഫിനാൻഷ്യലി വെച്ച് നോക്കുമ്പോൾ ഒരാൾ വളരെ സാമ്പത്തികമായിട്ട് ഉയർന്നതും ഒരാൾ ചിലപ്പോൾ താഴ്ന്നതും ആയിരിക്കാം. അപ്പോൾ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒരു നെറ്റി ചുളിക്കാനുള്ള ഒരു ഇടയായേക്കാം. എങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുന്നത് പെർഫെക്റ്റ് മാച്ചാണ്. രണ്ട് വ്യക്തികൾ എപ്പോഴാണ് മാച്ച് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരാളുടെ പ്രോബ്ലം മറ്റേയാൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കണം. ഇനി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ മൈൻഡും ഇപ്പം ഇങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ട്രസ്റ്റ്, ചീറ്റ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു ഗുണങ്ങൾ വരുമ്പോൾ അത് ഏറ്റവും നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെയായി. അവിടെ നമ്മളുടെ ജാതിയോ മതമോ പണമോ ഇതിനൊന്നും കാര്യമില്ല. അപ്പോൾ ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഇപ്പോഴും സ്റ്റിൽ അവർ കാണുന്നത് അവർക്ക് കിട്ടിയ ഒരു ഗോഡ്സ് ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് അവർ കാണുന്നത്. തീർച്ചയായിട്ടും അവർക്കുള്ള ഒരു അനുഗ്രഹമാണ് നിങ്ങൾ എന്നാണ് അവരുടെ മനസ്സിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി ഈ പറയുന്ന ജാതിയോ മതമോ അല്ലെങ്കിൽ സാമ്പത്തിക നിലയോ ഒക്കെ തുല്യമാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ രണ്ടുപേരും
അവരുടെ ഒരു കളർ വൈസ് വെച്ചിട്ട് 2 ഷെയ്ഡാണ്, ഒരാൾ കുറച്ച് ഡാർക്കായിട്ടുള്ള വ്യക്തിയാണ്, ഒരാൾ കുറച്ച് ഫെയർ ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പോലും ആളുകൾ ചിലപ്പോൾ സമയം കിട്ടുമ്പോൾ മനുഷ്യരെ കുത്തി നോവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു വൈരുദ്ധ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടവർ സിറ്റുവേഷൻ കാണാം. അപ്പോൾ ടവർ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഡിസ്ട്രക്ഷനാണ്, അധപതനമാണ്. എന്തിൻ്റെയാണെന്നുണ്ടെങ്കിലും ആ ഒരു അധപതനം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എപ്പോഴാണ്? നമ്മളുടെ ഇപ്പോൾ ഒരു പ്രകൃതി ദുരന്തമാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം ആ ഒരു ഭൂമിയുടെ സന്തുലിതാവസ്ഥ അതിനെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ താങ്ങാവുന്നതിലധികം പ്രഷർ ആവുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതാണ് ഈ പറയുന്ന ഡിസ്ട്രക്ഷൻ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്, അല്ലെങ്കിൽ മറ്റെന്താണെന്നുണ്ടെങ്കിലും അതിനകത്ത് വരുന്ന ആ ഒരു ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. അതായത് ഇത്രയധികം ബോണ്ടിങ് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് കൂടി കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഇതിനകത്ത് ഒരു സൈലൻറ്റ് വാർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാനസിക പ്രയാസം നിങ്ങൾ 2 പേരും അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ട് ചിലപ്പോൾ എന്തിനെങ്കിലും ഒരു ഭയന്ന പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയതുപോലെ തുടരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കുറച്ചധികം നാളുകളായിട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നടന്നിട്ടുണ്ടാവാം. അപ്പോൾ ഒരാളല്ല 2 പേരും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അനുഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ഒരു സ്റ്റക്നെസ് കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നപ്പോൾ നിങ്ങളുടെ ആ ഒരു സന്തോഷമൊക്കെ കെട്ടുപോയതായിരിക്കാം. അതായത് മനഃപൂർവ്വമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ പോകാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തന്നെയുള്ള മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്നത് റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് 2 പേരും ഒരുപാട് സഫർ ചെയ്ത് മുന്നോട്ട് പോയിരുന്ന ഒരവസ്ഥ. ചിലപ്പോൾ നിങ്ങളുടെ പഴയതുപോലെയുള്ള കോൺടാക്റ്റോ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. എപ്പോഴെങ്കിലും കുറച്ചൊരു സമയം കിട്ടുമ്പോഴായിരിക്കാം നിങ്ങൾ മിണ്ടിയിട്ടുണ്ടാവുന്നത്. 2 പേർക്കും ആഗ്രഹമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റ് ചെയ്യാനും കാണാനും മിണ്ടാനും ഒക്കെ, പക്ഷേ സാഹചര്യങ്ങൾ അതിനനുവദിക്കാത്ത ചില അവസ്ഥ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു പീരീഡിലൂടെ കുറച്ച് ദിവസങ്ങളൊന്നുമല്ല, കുറച്ചധികം നാളുകൾ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. 2 പേരും ഒരുപാട് പിരിമുറുക്കത്തിലായിരുന്നു. 2 പേർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, നിസ്സഹായാവസ്ഥ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ കുറച്ചധികം നാളുകൾ ഇതിനകത്ത് തുടർന്നതിന് ശേഷമാണ് പെട്ടെന്നൊരു ഡിസ്ട്രക്ഷൻ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ സംഭവിപ്പിച്ചൊരു കാര്യമാണ്. കാരണം ഇനിയും ആ ഒരു പ്രഷറിൽ നിങ്ങളെ 2 പേരെയും കൊണ്ടുപോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത്രയും ഒരു ടെൻഷൻ അടിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ, അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും, 2 പേരുടെ കംപ്ലീറ്റ്ലി ആ ഒരു സമാധാനവും സന്തോഷമൊക്കെ പോകുമെന്ന് കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഡിസ്ട്രക്ഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം. നമ്മൾ ഓൾ ഓഫ് എ സഡൻ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ പോലും ഓർത്തിട്ടുണ്ടാവില്ല. 2 പേരും നോക്കുമ്പോൾ എന്താ പറയുന്നത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത ഒരവസ്ഥയിൽ 2 പേരും നേറി കഴിയുന്നു. ഇതിനൊരു മാറ്റം ഉണ്ടാവുമോ? നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആക്കാൻ സാധിക്കുമോ? നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഒരു തടസ്സങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ മാറുമോ എന്നൊക്കെ വിചാരിച്ച് 2 പേരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി തുടരുകയായിരുന്നെങ്കിൽ അവരിപ്പോഴും ആ ഒരു സ്റ്റക്നെസ്സിലായിരുന്നേനെ, അല്ലെങ്കിൽ അവരിപ്പോഴും അതിനകത്തുനിന്ന് ഊരിപ്പോരാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നേനെ. കാരണം ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങളുടെ പേഴ്സണ് അത്രയും ആ ഒരു ഹൃദയവേദന, അല്ലെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ കത്തി കുത്തി ഇറക്കുന്ന വേദന എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും അവരവരുടെ ലൈഫിനകത്ത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അവരത്രയും പെയിൻഫുള്ളായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡിസ്ട്രക്ഷന് ശേഷം തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോയ ശേഷം, അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. 2 പേരും ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം, ഇപ്പോഴും സ്റ്റിൽ നോ കോണ്ടാക്റ്റിലായിരിക്കാം. ചിലപ്പോൾ 2 പേരും എന്ത് ചെയ്യുന്നു എവിടെയാണെന്ന് പോലും 2 പേർക്കും അറിയുന്നുണ്ടാവില്ല. എങ്കിൽ കൂടി നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ആ ഒരു സൈലൻസ്, അല്ലെങ്കിൽ 2 പേരും തമ്മിലുള്ള ഒരു നോ കോണ്ടാക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വന്നിരിക്കുന്ന ആ ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാറിപ്പോവും എന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്നൊരു എൻഡിങ് വന്നിട്ട്
അവരൊരിക്കലും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുന്ന ഈ ഒരു സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാം എന്നുള്ളൊരു മൈൻഡിലോ അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി ആരാണോ അവരോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവർ മനഃപൂർവ്വമായിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ രണ്ട് വ്യക്തികളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ്. ആ ഒരു സൈക്കിളിനകത്ത് പെട്ടിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ അവരുടെ ഡെസ്റ്റിനിയിലുള്ളതാണ് നിങ്ങളും. അപ്പോൾ നിങ്ങളെ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് രണ്ടുപേരെ രണ്ട് വഴിക്കാക്കാൻ ആര് ശ്രമിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നടക്കില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും താൽക്കാലികമായിട്ട് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്, ഒരിക്കലും അത് ശാശ്വതമായിട്ടുണ്ടായതല്ല. അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു അകൽച്ച അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ കാണാൻ പറ്റാത്ത ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഈ ഒരു സാഹചര്യത്തിൽ അത്രത്തോളം ഡിപ്രസ്ഡ് ആയിരിക്കാം. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ശ്രദ്ധ കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം. എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സോങ് കേൾക്കുമ്പോഴായിരിക്കും അപ്പോഴൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് നിങ്ങളിൽ കയറി വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴായിരിക്കാം, അവരോട് ഒരുമിച്ച് നടന്ന സ്ഥലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരോട് സംസാരിച്ചിരുന്നൊരു ടൈമായിരിക്കും. ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് വളരെ കാര്യമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണും. അവർക്കും നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് കിട്ടിയ ഒരു ഗോഡ്സ് ഗിഫ്റ്റാണ് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാൻ ഒരു സാഹചര്യത്തിലും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അവരത്രയും വിലമതിക്കാനാവാത്ത അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് വന്ന വ്യക്തിയാണ് നിങ്ങൾ എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോട് അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവർക്കൊരു ഹോപ്പുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും പൂർവാധികം ശക്തമായിട്ട് വരും. അല്ലെങ്കിൽ ഇനിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രതീക്ഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ ഫാമിലിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കെതിരെ നിന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാരേജ് ചെയ്തിട്ടുള്ള വ്യക്തികളല്ല, പക്ഷേ മാരേജ് ചെയ്യാൻ പോകുന്ന ഒരു ഘട്ടത്തിലായിരിക്കാം ചിലപ്പോൾ വീട്ടുകാരിടപെട്ട് അത് പറ്റില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ രണ്ട് ജാതിയോ മതമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സമ്മതിക്കാത്ത ആൾക്കാരുണ്ട്. അതിന് ഒരിക്കലും കഴിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്കിടയിൽ ഒരു ബ്രേക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലും ഇപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് ജീവനാണ് അല്ലെങ്കിൽ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ പോലും നമ്മളുടേതായിട്ടുള്ളൊരു നിലനിൽപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ജീവിക്കാനായിട്ട് പണം ആവശ്യമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലാണ് നമുക്ക് വളരെ സ്റ്റേബിൾ ആവാനും ആ ഒരു വ്യക്തിയോടൊപ്പം ആരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനും കഴിയുന്നത്. അപ്പോൾ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇരിക്കേണ്ടുന്നൊരവസ്ഥ വേണം. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെയുള്ളൊരവസ്ഥയ്ക്കായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മെച്ചപ്പെട്ട ജീവിതത്തിനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ കരിയറിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരുമായിട്ട് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, ഒരിക്കലും അവർക്ക് നിങ്ങളെ മറന്നു കളയാനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ലൈഫിലേക്ക് പോകാനോ സാധിക്കില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അവരുടെ മനസ്സിനകത്ത് നിങ്ങളുണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കും ഉണ്ടാവും. കാര്യം പല ഘട്ടത്തിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ അവരെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ആ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ എല്ലാം കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ പല ഘട്ടങ്ങളിലും അവരുടെ ഓർമ്മകൾ കയറി വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചില സമയത്ത് വളരെ കാര്യമായിട്ട് കരച്ചിൽ വരുന്നുണ്ടാവാം. അങ്ങനെയുള്ളൊരു മൂഡ് സ്വിങ്സിലൂടെ നിങ്ങൾ മാറിപ്പോകുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒറ്റയടിക്കാണ് അവർ പോയത്. അപ്പോൾ ആ ഒരു സംഭവം ഒരിക്കലും അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയതോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയതോ അല്ല എന്നുള്ളത് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഇനി മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓഫർ അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വേണം വരാൻ. ഇനി ഒരിക്കലും നിങ്ങളുടെ മുൻപിൽ വെറുതെ വന്ന് ഒന്ന് സംസാരിച്ചിട്ട് പോകാനോ അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു പ്രശ്നവും കൊണ്ട് നിങ്ങളിലേക്ക് വന്ന് വീണ്ടും ഒരു ഇഷ്യൂസ് ഉണ്ടാക്കാനോ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. പകരം എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച് അവർക്ക് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലാണ് ഈ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡിസ്ട്രക്ഷൻ വളരെ സഡനായിട്ട് നടന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതിനകത്തുള്ള ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറഞ്ഞിട്ടായിരിക്കാം പോയിട്ടുണ്ടാവുക, ഞാൻ വരും അല്ലെങ്കിൽ കാത്തിരിക്കണം എന്നുള്ള രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ഇനി തുടരാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും നിൽക്കാനായിട്ട്
അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ചിലവരൊന്നും പറയാതെയും പോയിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പറയാതെ പോയവരുടെ വ്യക്തികൾക്കാണ്, അല്ലെങ്കിൽ പറയാതെ പോയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുക. മറ്റുള്ളവർക്ക് അവിടെ ഒരു കാത്തിരിക്കാനുള്ളൊരു അവസരം, അല്ലെങ്കിൽ വരും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം കൂടാനുള്ള ഒരു റീസൺ അവരുടെ വാക്കുകളായിരിക്കും. പക്ഷേ ഇത് പറയാതെ പോയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും എന്നും ഒരു മനോവേദനയായിട്ട് നിലനിൽക്കുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഒരു പ്രഷർ കൊണ്ട് തന്നെയാണ് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയതെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു ഇൻബിറ്റ്വീൻ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് നിങ്ങൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് വേദനിക്കുന്ന ആ ഒരു അവസ്ഥയിലാണിത് പോയിരുന്നതെങ്കിൽ ഇതിനകത്ത് ഒരു മാറ്റവും വരാതെ, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ സെയിം ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് വിഷമിച്ചിരുന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ, അവർക്കൊന്നും അനങ്ങാൻ പോലും പറ്റാതെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോയാനേ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല, ഒരു അപ്ഡേഷനും ഇതിനകത്ത് വരാൻ പോകുന്നില്ല. മാത്രമല്ല ഇത് കംപ്ലീറ്റ്ലി നശിച്ചു പോകും എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ വ്യക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ബ്രേക്കിംഗ് വരാതെ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇൻ്റർവെൽ ഉണ്ടാവാതെ ഒരിക്കലും ഒരു പ്രോഗ്രസ് ഇതിനകത്ത് നടക്കില്ല എന്നുള്ളത് ആ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളോടത് അവർ ഓപ്പൺലി എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ നിന്നിട്ടുണ്ടാവില്ല. കാരണം ചിലപ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാരില്ല, വിഷമിച്ചാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ പോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ പിരിയാൻ വയ്യ എന്ന് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അവരത് ഓപ്പണായിട്ട് നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല, പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അറിവ് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പർപ്പസ്ഫുള്ളി നിങ്ങളിൽ നിന്ന് മാറിപ്പോണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം എന്നോ ഒന്നും മനസ്സിൽ കരുതിയ ഒരു വ്യക്തിയല്ല. ഒരുപാട് പ്രഷർ വന്നൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇത് സഹിച്ച് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ അവർ റിയലൈസ് ചെയ്തതാണ് ഇനിയും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പോകും, ഒന്നും ഇതിനകത്ത് നടക്കാൻ പോകുന്നില്ല. അവരും കൂടുതൽ പെയിൻ അനുഭവിച്ചിരുന്നു. നമ്മളപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കാൾ കൂടുതൽ പെയിൻ ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ വിഷമിപ്പിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു സ്ട്രഗിളിലായിരിക്കാം ആ ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ടാവുന്നത്. അപ്പോൾ ചിലവരുടെയൊക്കെ ഫാമിലീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്നുള്ളൊരു രീതിയിൽ അത്രയധികം മാനസിക സംഘർഷം അനുഭവിച്ചപ്പോൾ അവർക്ക് തോന്നിയ ഒരു ബുദ്ധിയായിരിക്കാം, അല്ലെങ്കിൽ അവർ ആ ഒരു രീതിയിൽ നിങ്ങളെയും കൂടി ഇനി ഇതിനകത്തേക്ക് വലിച്ചിടണ്ട, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും തോറും നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അവർക്കും ബുദ്ധിമുട്ടാണ്, ഈ ഒരു സിറ്റുവേഷന് മാറ്റവുമില്ല, ഒരു മാറ്റം ഉണ്ടാവാൻ പോവുകയില്ല എന്നുള്ളൊരു സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ ഒരു നിലയിലേക്ക് അവരത് മാറ്റിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി നിങ്ങളുടെ അടുത്തില്ലാതിരുന്നിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഓൺ അല്ലാതിരുന്നിട്ട് പോലും വീണ്ടും ഇത് പഴയതുപോലെ ആവണം എന്നുള്ളൊരു രീതിക്ക് വേണ്ടിയിട്ട് അവർ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടാവാം, നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. എന്തൊക്കെയാണ് അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇത് വളരെ പ്രത്യക്ഷമായിട്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കില്ല, വളരെ പരോക്ഷമായിട്ടായിരിക്കും. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുള്ളൊരു തേർഡ് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഒരു അജണ്ട ഒന്നും ആരും അറിയണ്ട എന്നുള്ള രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോട് ഫൈറ്റ് ചെയ്ത് തന്നെയാണ് അവർ നിൽക്കുന്നത്. ഒരിക്കലും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് അവർക്ക് പോകേണ്ടി വന്നിട്ടും അന്ന് അവിടെ പോയി ജീവിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടല്ല അവർ ചെയ്യുന്നത്. വീണ്ടും ഇതിലേക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ട്, ആ ഒരു കമ്മിങ് ബാക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലാണ് ആ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അവർ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെയും അല്ലെങ്കിൽ ഒരു തടസ്സത്തെയും പേടിക്കാതെ അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് കഴിയുക. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യമേ ഞാൻ എടുത്തിരിക്കുന്നത് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ പോലും നമുക്ക് വന്നിരിക്കുന്ന 3 കാർഡ്സ് എന്ന് പറയുന്നതും ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. എവിടെ കറങ്ങിത്തിരിഞ്ഞ് പോയി കഴിഞ്ഞാലും നിങ്ങളിലേക്ക് എത്തേണ്ടുന്ന ഒരു പേഴ്സൺ ആണിത്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ടവർ സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് പെട്ടെന്ന് അങ്ങനെ തോന്നി ഇനി ഇതിനകത്ത് ഇങ്ങനെയല്ല പോകേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല സഞ്ചരിക്കേണ്ടത് എന്നുള്ളൊരു തോന്നൽ പോലും വരുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും യൂണിവേഴ്സാണ്. കാരണം എങ്കിൽ മാത്രമേ ഇതിനകത്തൊരു മാറ്റം സംഭവിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആ ഒരു വിഷമം സഹിച്ച്, അല്ലെങ്കിൽ ആ ഒരു പ്രഷർ അധികമായിട്ടത് പോയിക്കൊണ്ടിരുന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിനകത്ത് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു ഗൈഡൻസ് കാർഡിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു ഹാർമണി പോലെ തന്നെ ഏത് തേർഡ് പാർട്ടിയോ എന്ത് കാര്യങ്ങളോ ഉണ്ടായിക്കോട്ടെ, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമുക്കൊരു ഗൈഡൻസ് ആയിട്ട് പോലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ഇതെല്ലാം എത്ര പേർക്ക് റെസണേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ വളരെ കുറച്ച് പേർക്കായിരിക്കാം. കാരണം ഇതൊരു ഡിവൈൻ കണക്ഷൻ പോലെയുള്ളൊരു കണക്ഷനാണ്, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അതുമാത്രമല്ല നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് റിട്ടേൺ വരേണ്ടുന്ന ഒരു കണക്ഷനാണ്. എവിടെ പോയാലും നമ്മൾ ബൂമറാങ്ങിൻ്റെ കാര്യം പറയുന്നത് പോലെ റിട്ടേൺ വരുന്നതാണ്.
ഒരിക്കലും അത് പോയിട്ട് ആ പോയ വഴിയേ പോയി എന്ന് പറയുന്ന ഒരു കണക്ഷൻ അല്ല. അതുമാത്രമല്ല, നിങ്ങളെ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കുക, സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന, സ്നേഹിച്ചിരുന്നു എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല, സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രസൻറ്റിലും അങ്ങനെ തന്നെയാണ്, ഫ്യൂച്ചറിലും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെയുള്ളൊരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം, എത്ര പേർക്ക് ഇത് കൂടുതലുമായിട്ട് മാച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ഓഗസ്റ്റ് മന്താണ്. കാർത്തിക നക്ഷത്രം, ലെറ്റർ N, മെയ് മന്ത്, നമ്പർ 31, നമ്പർ 12, ഏപ്രിൽ മന്ത്, number 14, Pisces zodiac sign, letter U, number 11, letter M, Sagittarius zodiac sign, January month, letter R, letter D, Aries zodiac sign, and finally തൃക്കേട്ട നക്ഷത്രം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമ്മളൊരു മിസ്റ്ററി ഒക്കെ പ്രതീക്ഷിച്ചാണ് വന്നതെങ്കിലും ഇതിനകത്തുള്ള മിസ്റ്ററി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡിവൈനായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. അത്രയും ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ അതുപോലെ തന്നെ ഒരു ഗോഡ്സ് ഗിഫ്റ്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ടവർ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനും ഒരു റീസൺ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും എന്താ പറയുന്നത്, ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉള്ളത്, പോസിബിലിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, റീയൂണിയൻ മസ്റ്റായിട്ട് ഉണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. എവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് അത്രത്തോളം ശക്തമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.